ഇന്നു മുതൽ എനിക്കുള്ളതെല്ലാം ഗിരിയേട്ടനും ഗിരിയേട്ടനുള്ളതെല്ലാം പിള്ളേർക്കുള്ളതാണ്. പിന്നെന്താ, അവരെടുത്തോട്ടെ. നിങ്ങൾക്ക് വേണ്ടൊക്കെ എടുത്തോ. എടുത്തോ കുഞ്ഞി. അതെടുത്തോ, അത് നല്ലതാ. എല്ലാം മോനെ പാർവതി പഠിപ്പിച്ചാവും അല്ലേ? നേരെ ചൊവ്വ മലയാളം കൂട്ടി വായിക്കാൻ അറിയാത്ത ഗിരിയാണ് ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. മുതലാളിയുടെ മോളെ സമ്മതിക്കണം. പണ്ടത്തെ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മണി? കഥ മാറിയില്ലേ? അല്ലേ മോനെ? മോനൊരു കാര്യം ചെയ്, മോൻ ചെല്ലേ. എടാ മണി, അതെ ഇതൊക്കെ ഒരു തന്ത്രമല്ലേടാ? ഗിരിയേട്ടൻ ഇവിടെ നിൽക്കായിരുന്നോ? ഇത് കണ്ടോ, അമ്മാവൻ തന്ന സമ്മാനം ഇത്. കുഞ്ഞി നോക്കട്ടെ, നല്ല രസമുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഡിസൈൻ കൊള്ളാം അല്ലേ? നോക്കട്ടെ, നോക്കി. കൊള്ളാല്ലേ? കൊള്ളാം. ഗിരിയേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കാനാ വന്നേ. എന്താ? ഗിരിയേട്ടന് ഇഷ്ടം കടലപ്പായസാണോ അതോ പരിപ്പ് പായസാണോ? ഏതെങ്കിലും മതി. അപ്പച്ചിക്ക് അറിയില്ലേ? ഏതെങ്കിലും മതി. അത് പോരാ. ഗിരിയേട്ടൻ ഈ വീടിന്റെ മരുമകനാണ്. മരുമകന്റെ ഇഷ്ടങ്ങൾ എങ്ങനെയാണോ അതറിഞ്ഞു വേണം ഞങ്ങൾക്ക് സൽക്കാരം ഒരുക്കാൻ. പറയ്, ഏത് പായസാ വേണ്ടത്? അതിപ്പോ ഏട്ടാ പറയേട്ടാ, 2 പായസം വേണമെന്ന് പറ. 2 പായസം കിട്ടും. എടി, നിന്റെ ഇഷ്ടമല്ല ചോദിച്ചത്, ഏട്ടന്റെ ഇഷ്ടം. നീ ഒന്നും മിണ്ടായിരുന്നേ. പറയ് ഗിരിയേട്ടാ, ഏത് പായസാ ഇഷ്ടം? അപ്പച്ചിക്ക് അറിയാവുന്ന അടപ്രഥമൻ അതുപോലെ. അമ്മേ കേട്ടല്ലോ? ഗിരിയേട്ടനെ അടപ്രഥമൻ മതി. അമ്മ പോയി അടപ്രഥമൻ ഉണ്ടാക്ക്. മോനെ, നിനക്ക് വേറെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേണോ? അയ്യോ, എന്റെ അപ്പച്ചി ഒന്നും വേണ്ട. ഓ, കൊടുക്കുന്ന എച്ചിലും തിന്ന് ചെറിയും തുടച്ചു പോയിരുന്ന പട്ടിയോടാ അവള് ഇഷ്ടങ്ങൾ തിരക്കണത്. ഇവന്റെ സ്വത്തുക്കൾ മുഴുവൻ കൈവശം വന്നോട്ടെ, ചങ്ങലക്കിട്ട് പൂട്ടുന്നുണ്ട് ഇവനെ. ഗിരിയേട്ടൻ എന്ത് സ്പെഷ്യൽ വേണം നമ്മ ചോദിക്കേണ്ട. ഗിരിയേട്ടന് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാം അമ്മ ഉണ്ടാക്കിക്കോ. ഗിരിയേട്ടനെ കഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഇദ്ദേഹത്തിന് എന്തെങ്കിലും വേണോ? ഏയ്, എനിക്കൊന്നും വേണ്ട. ആദ്യം നീയെ മരുമകന് വേണ്ട സദ്യവട്ടങ്ങളൊക്കെ ഒരുക്ക്. ഒരു ഭാര്യ എങ്ങനെ ഭർത്താവിനോട് പെരുമാറണമെന്ന് പാറുവിനെ കണ്ട് പഠിക്കണം. നിങ്ങൾ വാ, നമുക്ക് എന്റെ മുറിയിലേക്ക് പോവാം. വാ വാ, ഗിരിയേട്ടൻ വാ.
ഇരിക്ക് ഗിരിയേട്ടാ, അയ്യോ വേണ്ട പാറു, ഞാൻ ഇവിടെ നിൽക്കാം. ഇരിക്ക്. ഏട്ടത്തി അമ്മയുടെ ഈ മുറിയാണ് എപ്പോഴും നല്ല ഭംഗിയായിരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമായി മുറി. എനിക്കും. ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി ഇതാണെന്ന് തോന്നുന്നു. എവിടെ പോയാലും ഈ മുറിയിൽ വരുമ്പോഴായിരുന്നു എനിക്ക് ഒരു സമാധാനം കിട്ടിയിരുന്നത്. പക്ഷെ ഇപ്പോ ഈ വീട്ടിൽ വരുന്നതിനോട് തന്നെ എനിക്ക് താല്പര്യമില്ല. ഇനിയും എന്തിനാ വിഷമിക്കുന്നേ? അമ്മാവന്റെ പിണക്കൊക്കെ മാറിയില്ലേ? അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? ഉം. ദേ ഏട്ടത്തിയമ്മേ, ഈ വിഷമൊന്ന് മാറ്റിയിട്ട് സന്തോഷിച്ചേ. വാ, ഇവിടെ വന്നിരിക്കും. ഒന്ന് ചിരിച്ചേ. ഒന്ന് ചിരിച്ചേ. പല്ല് കാണിച്ചു ചിരിക്ക്. ചിരിക്കേട്ടത്തിയമ്മേ. ഓടെ ഞാനേ ആ, നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ തരാൻ വേണ്ടി ഇവിടെ വന്നത്. വാ, ഉം. തരട്ടെ. ആ, ആ. ആ? ആ? ഓ, അയ്യോ. ഹായ്, എന്തോരം തുണികളാ. നോക്കിക്കോ. ഹായ്, ദാ, സ്പ്രേ. നല്ല മണം. ഇതെന്താ ഏട്ടത്തിയമ്മ? ഫൗണ്ടേഷൻ. മുഖത്തിടുന്നല്ലേ? ഇതിന്റെ അകത്ത് കുറെ വളകളുണ്ടല്ലോ. വളകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ പാറുന്നുണ്ടല്ലേ? ഞാനധികം വളകളൊന്നും ഇടാറില്ലെങ്കിലും വളകൾ എനിക്കൊരു ക്രേസാ. ആ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ എടുത്തോട്ടോ. ഞങ്ങൾക്കിതൊന്നും വേണ്ട ഏട്ടത്തിയമ്മേ, വെറുതെ നോക്കിയെന്നേ ഉള്ളൂ. അല്ലേ രശ്മിജി? ആ, ആ. നീ എടുത്തോ, ഞാനല്ല തരുന്നേ. എടുത്തോ രശ്മി, ആ, മോളെ ദേ, എനിക്കിത് മതിയേ. എടുത്തോ. മോളെ ആ, എന്തിനാ ഇതൊക്കെ? ആ, നിനക്ക് ആവശ്യമുള്ളതൊക്കെ വീട്ടിലില്ലേ? അതൊക്കെ അവിടെ വെച്ചേ. ഉം. എന്തിനാ ഗിരിയേട്ട അവരെ വിലക്കുന്നേ? അവർക്ക് ഇഷ്ടമുള്ളത് അവരെടുത്തോട്ടെ. ഇന്നു മുതൽ എനിക്കുള്ളതെല്ലാം ഗിരിയേട്ടനും, ഗിരിയേട്ടനുള്ളതെല്ലാം പിള്ളേർക്കുള്ളതാണ്. പിന്നെന്താ, അവരെടുത്തോട്ടെ. നിങ്ങൾക്ക് വേണ്ടൊക്കെ എടുത്തോ. എടുത്തോ കുഞ്ഞി. അതെടുത്തോ, അത് നല്ലതാ.